വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കോഴിക്കോട് നിന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. ഈങ്ങാപ്പുഴയിലെ കാലിഫ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന ആഹിൽ അസ്ലാനെയാണ് കാണാതായത്. കുട്ടി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസെ, ഈ കുട്ടി KSRTC സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ അത് കേരള വിഷനിൽ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? കുട്ടിയുടെ വീട്ടുകാരുടെ ഒരു പ്രതികരണമൊക്കെ ലഭിക്കുന്നുണ്ടോ? എന്തായാലും കുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. വീട്ടുകാർ എന്തായാലും ഇപ്പോൾ കോഴിക്കോട് നടക്കാവ് പോലീസിൽ പരാതി നൽകിയതേ ഉള്ളൂ. ആ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. രജിസ്റ്റർ ചെയ്ത് പ്രാഥമികമായ അന്വേഷണം തുടങ്ങി എന്നാണ് പോലീസിൽ നിന്നും ലഭിച്ച വിവരം. കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ കാലിഫ് എന്ന സ്ഥാപനത്തിലാണ് ആഹിൽ അസ്ലാൻ. 15 വയസ്സുകാരനാണ്. അവിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. CBSE സിലബസ് പ്രകാരമുള്ള വിദ്യാലയമാണ്. ഈ ആഹിൽ അസ്ലാൻ തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശിയാണ്. ഇവിടെ ഈങ്ങാപ്പുഴയിൽ താമസിച്ച് പഠിക്കുകയാണ്. അങ്ങനെ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഗൂഡല്ലൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിന് കൽപ്പറ്റ വഴിയാണ് വന്നത്. തുടർന്ന് ഈങ്ങാപ്പുഴ ഇറങ്ങുകയും ചെയ്തതാണ്. ഇന്നലെ രാത്രിക്ക് 9 മണിയോടുകൂടി ആഹിലിന്റെ ഉമ്മ വിളിച്ചിരുന്നു. ആ സമയത്ത് ഈങ്ങാപ്പുഴയിൽ ഇറങ്ങിയെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ, കേരള വിഷൻ ന്യൂസിന് ലഭിച്ച ഈ CCTV ദൃശ്യത്തിൽ വ്യക്തമാകുന്നത് അത് ഇന്നലെ രാത്രി 10:10 ദൃശ്യങ്ങളാണ്. അത് KSRTC, അത് കോഴിക്കോട് മാവൂർ റോഡിലുള്ള KSRTC ടെർമിനലിൽ അരികിൽ ഈ വിദ്യാർത്ഥി വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ KSRTCയിൽ വന്നിറങ്ങുന്നു, ബാഗുമായി വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ. മാത്രമല്ല, ഈ 9 മണി കഴിഞ്ഞ് പിന്നീട് വിളിക്കുമ്പോൾ ഈ വിദ്യാർത്ഥിയെ ഫോണിൽ കിട്ടിയിരുന്നില്ല. രാത്രി 9 മണിക്ക് വിളിക്കുമ്പോൾ തന്നെ തന്റെ ഫോണിൽ ചാർജ് കുറവാണെന്ന കാര്യം ഈ വിദ്യാർത്ഥി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആകെ എന്തിനാണ് ഈ കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയത്, പ്രത്യേകിച്ച് ഈങ്ങാപ്പുഴ എന്ന് പറയുന്നത് മലയോര മേഖലയാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. തുടർന്ന് ഇന്ന് പുലർച്ചെ ഈ കുടുംബം തമിഴ്നാട് ഗൂഡല്ലൂർ പോലീസിൽ പരാതി നൽകി. അപ്പോഴാണ് ഈ സംഭവം നടന്നത് കോഴിക്കോട് ആയതിനാൽ ഇതിന്റെ സംഭവം നടന്ന സ്റ്റേഷൻ പരിധി ഈ പരാതി നൽകണമെന്ന വിവരം ഗൂഡല്ലൂർ പോലീസ് അറിയിച്ചു. അങ്ങനെ കുടുംബം ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് എത്തി. അങ്ങനെ കോഴിക്കോട് നടക്കാവ് പോലീസിൽ അല്പം മുൻപ് പരാതി നൽകുകയായിരുന്നു. എന്തായാലും ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ഒരു CCTV ദൃശ്യങ്ങൾ സഹിതം ഈ തൊട്ടടുത്ത സ്ഥാപനത്തിൽ നിന്നും ശേഖരിച്ച ഈ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരി റിയാസ്, എന്നാലും കോഴിക്കോട് നിന്നാണ് 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ കാണാതായത്. ഈങ്ങാപ്പുഴയിലെ കാലിഫ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന ആഹിൽ എന്ന വിദ്യാർത്ഥിയെയാണ് കാണാതായത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ, കുട്ടി കോഴിക്കോട് വന്നിറങ്ങിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഗൂഡല്ലൂർ സ്വദേശിയാണ് കാണാതായ വിദ്യാർത്ഥി.